ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2024 PSC നടത്തിയ കൂലി വർക്കറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കോഡ് 061/2024. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. 1919 റൗലറ്റ് ആക്ട് കാരണമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവുന്നത്. 2. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. 3. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഈ ലാഹോർ സമ്മേളനം നടന്ന എപ്പോഴാണ്? 1929 അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 INC സമ്മേളനം നടക്കുന്നത് ലാഹോറിലാണ്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പൂർണ്ണ സ്വരാജാണ് INCയുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. 4. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഓപ്ഷൻ ഡി ആണ് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. എപ്പോഴാണ് നടത്തിയത്? 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ്? ഹാഡിഞ്ച് പ്രഭു ആണ്. 1911 ഹാഡിഞ്ച് പ്രഭു ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. 5. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു പ്രസിഡന്റായിട്ട് വന്ന സമ്മേളനം ഏതാണ്? 1925 കാൺപൂർ സമ്മേളനത്തിനാണ് സരോജിനി നായിഡു ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആവുന്നത്. 6. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി ആണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. 7. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44 ഭരണഘടനാ ഭേദഗതി. 44 ഭരണഘടനാ ഭേദഗതിയുടെ സമയത്ത് ആരായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. ഏത് വർഷമാണ് ഈ ഭരണഘടനാ ഭേദഗതി നടന്നത്? 1978. ഇപ്പോൾ സ്വത്തവകാശം ഏത് ആർട്ടിക്കിളിലാണുള്ളത്? 300A അതിപ്പോൾ ഒരു നിയമാവകാശം മാത്രമാണ്. 8. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലികാവകാശങ്ങൾ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത്. 9. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. 10. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. 11. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. 12. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. 13. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണ്?
1721 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആ വാക്ക് ശ്രദ്ധിക്കണം, സംഘടിത കലാപമാണ്. 14 ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഒന്നേകാൽ കോടി മലയാളികൾ. 15 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ആ സമയത്തെ ഭരണാധികാരിയായിരുന്നത്? ഗൗരി പാർവതിബായി ആണ്. 1817 ഗൗരി പാർവതിബായി ആണ്. 16 G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. അത് ശരിയാണ്. ബ്രസീൽ G20യിൽ ഉൾപ്പെട്ട രാജ്യം തന്നെയാണ്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനം ഇല്ല. അതും ശരിയാണ്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. അത് തെറ്റാണ്. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. അതും ശരിയാണ്. G20 ഉച്ചകോടി എല്ലാ വർഷവും നടത്താറുണ്ട്. G20 1998 രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് G20 രൂപീകരിച്ചത്? 1999 G20 രൂപീകരിക്കുന്നത്. 2024 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസീലാണ്. 2023 അത് എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. ഡൽഹി പ്രകൃതി മൈതാൻ. 17 ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. 18 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു ആണ് ഇതിൽ ഉൾപ്പെടാത്ത വ്യക്തി. അപ്പോൾ ബാക്കി 3 പേരും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങളാണ്. ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, HN ഖുൻസ്രു. 19 ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? ചേരിചേരാ നയം ഉണ്ട്. ആരാണ് പ്രധാന വക്താവായിട്ടുണ്ടായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആണ് ചേരിചേരാ നയത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാന വക്താവ്. സമാധാനപരമായ സഹവർത്തിത്വം അതും ഉണ്ട്. സമാധാനപരമായ സഹവർത്തിത്വം. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം അതും ശരിയാണ്. സ്വാശ്രയത്വം അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ C ആണ്. 1, 2, 3. 20 രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്തുണ്ടായിരുന്ന അച്ചുതണ്ട് ശക്തികൾ. 21 ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? അപ്പോൾ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ഏത് രാജ്യത്തിൻ്റെ മാതൃകയാണ്? USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയാണ്. 22 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. 23 കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസിനാണ് കാലുകൾ കൊണ്ട് വണ്ടി ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത. 24 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്ക. ഇന്ത്യ ശ്രീലങ്ക മാച്ചായിരുന്നു അവസാനത്തേത്. അതിൽ ആര് ജയിച്ചു? ഇന്ത്യ ജയിച്ചു. 25 വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ലോകരാജ്യങ്ങളിൽ വെച്ച് ഇന്ത്യക്കുള്ളത്. 26 കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എന്താണ്? ഏത് മന്ത്രിയാണിപ്പോൾ മത്സ്യബന്ധനം കൈകാര്യം ചെയ്യുന്നത്? സജി ചെറിയാനാണ്. സജി ചെറിയാൻ. 27 കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് എന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. 28 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്?
ചൈനയിലാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. 29 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്, പെരിയാർ. 30 ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം. 31 കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. 32 കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത്. ഇല്ലാത്തത് 5 ജില്ലകളിലാണ്. 9 ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത്. 33 ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. 34 പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഉള്ളത്. 35 ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് ഇന്ദിരാ പോയിന്റിനെയാണ്. 36 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. 37 നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിൽ ഉള്ളത്. 39 കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി, ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. 40 പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. 41 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് ചിറാപുഞ്ചി. 42 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്ന വർഷം 1973. 43 ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ജഗദീപ് ധൻകർ ആണ്. അദ്ദേഹം എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്? 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. 44 ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ഇതിലേതാണ് അല്ലാത്തത്? ഓർബിറ്റർ ആണ് വിക്ഷേപിച്ചിട്ടില്ലാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് വിക്ഷേപിച്ചവ? ലാൻഡർ ഉണ്ടായിരുന്നു, റോവർ ഉണ്ടായിരുന്നു, അതുപോലെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ടായിരുന്നു. 45 താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതമാണ് അമൃത ഷേർഗിലിൻ്റെ ചിത്രം. ഗ്രാമീണ ജീവിതം. ഭാരത് മാത ആരുടെ ചിത്രമാണ്? അബനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചിത്രമാണ്. അതുപോലെ ഗ്രാമീണ ചെണ്ടക്കാരൻ സതി എന്നീ ചിത്രങ്ങൾ നന്ദലാൽ ബോസിൻ്റേതാണ്. 46 ചരക്ക് സേവന നികുതി അതായത് GST എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. 47 ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന കൃതി രചിച്ചത്. 48 ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏത് ഭൂഖണ്ഡമാണ്? ഏഷ്യൻ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു. 49 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലു അർജുനാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 50 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷിയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. 51 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ.
52. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. 53. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? 2 മാത്രമാണ് ശരി. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ഉളിപ്പല്ല് എന്തിനാണ്? കടിച്ചു മുറിക്കാനാണ്. ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. 54. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല ഏതിൻ്റേതാണ്? പയറിൻ്റെ സങ്കര ഇനമാണ് ലോല. 55. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഏതിൻ്റെയാണ്? കണയുടെ ലക്ഷണമാണ്. 56. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏതാണ്? കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണോ? അല്ല, കൽക്കരി ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അത് ശരിയാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരി? 2 മാത്രം ശരി. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് എന്നുള്ളതാണ് ശരി. 57. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് മുതിയം കടൽ തീരം? മലപ്പുറത്താണ്. 58. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 59. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. 60. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ഏതാണ് ശരിയുത്തരം വരിക? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. 61. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. 62. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ജൈന്റ് വീലിൻ്റെ ചലനം ദോലനത്തിന് ഉദാഹരണമല്ല. 63. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ടൈറ്റാനിയം. ബാക്കിയെല്ലാം ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പേരുകളാണ്. ഇത് മാത്രം വ്യത്യസ്തമാണ്. 64. ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഏതാണ് ഉത്തരം വരുന്നത്? 1, 2, 3 എന്നിവ ശരി എന്നുള്ളതാണ് ഉത്തരം. കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അത് 3 ശരി. 65. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT-60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 66. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. അത് ശരിയാണ്. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. അതും ശരിയാണ്. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതും ശരിയാണ്. അപ്പോൾ തെറ്റേതാണ്? വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് തെറ്റ്. 67. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? ചിക്കൻ ബോക്സ് ആണ്. ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ചിക്കൻ ബോക്സ് മാത്രം വൈറസ് രോഗമാണ്. 68. നിപ്പ വൈറസിൻ്റെ പ്രകൃത്യായുള്ള വാഹക ജീവി ആരാണ്? വവ്വാലാണ് നിപ്പ വൈറസ് പരത്തുന്നത്. ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് മിലിറ്റസ് ആണ്. 70. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പാണ്. 71. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? സിഗ്മോമാനോമീറ്റർ ആണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം.
72 രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ്? ഇതിലേതാണ് ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തത്? പ്രമേഹമാണ്, പ്രമേഹം. 73 എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. 74 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? വിഫ്സ് ആണ്, WIFS, വീക്ക്ലി അയൺ ഫോളിക് സപ്ലിമെൻ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. 75 കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ബാലമിത്ര. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താനുള്ള കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. 76 താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? പകരാത്തത് ഏതിലൂടെയാണ്? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരില്ല. എയ്ഡ്സ് രോഗം എങ്ങനെയാണ് പകരുക? ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നു, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നു, അതുപോലെ സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ പകരുന്നു. 77 സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. ക്യാപ്റ്റൻ ഗീതിക കൗളാണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ. 78 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയത് കൊൽക്കത്ത. 79 സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പേസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാട്. തുടങ്ങനാടാണ് ആദ്യത്തെ സ്പേസ് പാർക്ക് ആരംഭിച്ചത്. 80 ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. 28% നികുതിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.